കൂടിച്ചേരലുകൾ എന്നും സന്തോഷമുള്ളതാണല്ലേ. പക്ഷേ ഇതൊരു വേദനയ്ക്കിടയിലെ ഒരു കൂടിച്ചേരലാണ്. നമുക്കറിയാം, വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽപ്പെട്ട അവർ അതിജീവനത്തിൻ്റെ പാതയിലാണ്. അപ്പോൾ അന്ന് പിറന്ന നാട്ടിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നവരുണ്ട് വയനാട്ടിൽ. പക്ഷേ അവർ മാത്രമല്ല, അത്തരത്തിലുള്ളവരാണ് വേറൊരു കൂട്ടരുണ്ട്. അവരാണ് കുറിച്യാർ മലയുടെ താഴ്വാരമായ മേൽമുറിക്കാർ. 100ഓളം കുടുംബങ്ങൾക്കാണ് 2018 ഉരുൾപൊട്ടലിനെ തുടർന്ന് ഈ നാട്ടിൽ നിന്ന് മാറി താമസിക്കേണ്ടി വന്നത്. ഇവർ വീണ്ടും കുറിച്യാർ മലയുടെ താഴ്വാരത്ത് ഒത്തുചേർന്നിരിക്കുകയാണ്. ിലെ ആ മഴക്കാലം, ആർത്തിരമ്പിയെത്തിയ മഴപ്പെയ്ത്തിൽ കുറിച്യാർമല പൊട്ടിയൊലിച്ചൊഴുകി. അന്ന് കുടിയൊഴിയേണ്ടി വന്നവരാണ് ഈ മനുഷ്യർ. 100ഓളം കുടുംബങ്ങൾ വരും. പലയിടത്തേക്കായി ചിതറിപ്പോകേണ്ടി വന്നവർ ഇന്ന് വീണ്ടും മേൽമുറിയിലെത്തി. പിറന്ന നാടിനെക്കുറിച്ചുള്ള ഓർമ്മകൾ ഒഴുകി. 2018 ഉരുൾപൊട്ടലിന് ശേഷം തോട്ടം മേഖലയിൽ താമസിച്ചിരുന്ന ആളുകൾ എല്ലാവരും ഇന്ന് ഒത്തൊരുമിച്ചിരിക്കുകയാണ് ഒരു കുടുംബസംഗമം എന്നതിൽ. അതിൻ്റെ സന്തോഷം എല്ലാവരുടെയും മുഖത്ത് വളരെ മനോഹരമായി കാണാൻ പറ്റുന്നുണ്ട്. കൊളുന്തുനുള്ളി ജീവിതം കരുപ്പിടിപ്പിച്ചവരാണ് മേൽമുറിയിലെ മനുഷ്യർ. ഉരുൾപൊട്ടലിനിപ്പുറം പ്രദേശം ജനവാസത്തിന് അനുയോജ്യമല്ലെന്ന് വന്നതോടെയാണ് മറ്റിടങ്ങളിലേക്ക് ചേക്കേറാൻ ഈ മനുഷ്യർ നിർബന്ധിതരായത്. ഇങ്ങനെ എല്ലാവരെയും ഒരിക്കൽ കൂടി ആദ്യം താമസിച്ച ആ രീതിയിൽ ഒന്ന് നമ്മുടെ നാട്ടിൽ എത്തിക്കണം. ഒരു ദിവസം എല്ലാവരെയും ഒന്ന് കൂടി സംഗമിപ്പിക്കണം. ഒരു നേരത്തെ ഭക്ഷണം കഴിച്ച് എല്ലാവരും സൗഹൃദം കൈമാറിക്കൊണ്ട് പിരിഞ്ഞു പോകണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുള്ളത്. കുറിച്യാർമല എന്ന സ്വർഗഭൂമിയിലെ പിന്നിട്ടകാല ജീവിതം വരും തലമുറകളിലേക്ക് പകരാനായി ഇത്തരം സംഗമങ്ങൾക്ക് തുടർച്ചയുണ്ടാകുമെന്ന് സംഘാടകർ പറയുന്നു. 24 വയനാട്.